भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 884 ദിവസം. ഏകാദശ സ്കന്ധം 28 അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഭഗവത് ഉദ്ധവ സംവാദം. അതിൽ 36 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഏതാവാൻ ആത്മസമ്മോഹോ യദ്വികൽപ്പസ്തു കേവലേ ആത്മന്യുതേ സ്വമാത്മാനം അവലംബോ നയസ്യഹി. കേവലേ ആത്മനി, അഭിന്നമായ ആത്മാവിൽ, വികൽപ്പഃ തു യത്, വികൽപ്പം എന്നത് എന്താണോ, ഏതാവാൻ ഇത് മുഴുവൻ, ആത്മസമ്മോഹം മനസ്സിൻ്റെ ഭ്രമമാണ് എന്ന് പറയും. സ്വം ആത്മനാം ഋതേ, സ്വാത്മാവിനെ കൂടാതെ, യസ്യ യാതൊരു വികൽപ്പത്തിന്, അവലംബഃ നഹി ആശ്രയം ഇല്ല. ആത്മാവിൻ്റെ അദ്വിതീയ ഭാവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കേട്ടത്. ആത്മാവ് ഏകനാണ്, അദ്വിതീയനാണെന്ന് പറഞ്ഞു. അപ്പം ആത്മാവിൽ ഭേദഭാവനാരൂപമായിരിക്കുന്ന വികല്പമുണ്ടാകുന്നത് മനസ്സിൻ്റെ മോഹരൂപമായ ചഞ്ചലത കൊണ്ടാണ്. ഈ കൽപ്പന മറ്റ് ഏതെങ്കിലും ഒന്നിനെ അവലംബിച്ച് അല്ല നിൽക്കുക. കാരണം അയഥാർത്ഥമായ കൽപ്പന യഥാർത്ഥമായ നിജസ്വരൂപത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇതിന് പറയണു ശുക്തികാരജതം. ഏതുപോലെ മുത്തുച്ചിപ്പി കാണുമ്പോൾ ഇത് വെള്ളിയാണ് എന്ന് വിചാരിക്കുക. ശുക്തികാരജതം, അയഥാർത്ഥമായ രജതസ്വരൂപം യഥാർത്ഥമായ മുത്തുച്ചിപ്പിയിൽ അവലംബിക്കുന്നു. അപ്പം ആശ്രയം കൂടാതെ വികല്പം ഉണ്ടാകാൻ അവകാശമില്ല. അതുകൊണ്ട് അഭിന്നമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അവലംബിച്ചിട്ട് ഭിന്നരൂപം എന്ന് വിചാരിക്കപ്പെടുന്നു ഈ പ്രപഞ്ചം. എന്നാമ ആകൃതിഭിർഗ്രാഹ്യം പഞ്ചവർണമബാധിതം വ്യർത്ഥേനാപ്യർത്ഥവാദോയം ദ്വയം പണ്ഡിതമാനിനാം.
നാമാകൃതിഭി നാമരൂപങ്ങൾ കൊണ്ട് ഗ്രാഹ്യം ഗ്രഹിക്കപ്പെടാൻ യോഗ്യമായ പഞ്ചവർണം 5 ഭൂതങ്ങൾ അബാധിതം ബാധിതം അല്ല എന്നത് യത് അയം ദ്വയം യാതൊന്നോ ഈ ദ്വൈതകൽപ്പന പണ്ഡിതമാനിനം പണ്ഡിതൻ എന്ന് അഭിമാനിക്കുന്നവരുടെ നടിക്കുന്നവരുടെ വ്യർത്ഥേന അർത്ഥവാദ നിഷ്ഫലമായ അർത്ഥവാദമാണെന്ന് പറയും. അപ്പം നാമരൂപങ്ങളെ കൊണ്ട് ഗ്രഹിക്കത്തക്കതായും പഞ്ചഭൂതാത്മകമായും ഇരിക്കുന്ന പ്രപഞ്ചം പ്രത്യക്ഷമായിരിക്കുന്നത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണ്. ഇപ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ പ്രപഞ്ചം ഇല്ലെന്ന് പറയുന്നത് ഒരു അർത്ഥവാദമാണ്. അതുകൊണ്ട് ദ്വൈതം തന്നെ സത്യമെന്ന് വാദിക്കുന്ന ദ്വൈതികളും ഉണ്ട്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, നാമരൂപങ്ങളോട് കൂടിയതും പഞ്ചഭൂതാത്മകവുമായ ദ്വൈതപ്രപഞ്ചം അബാധിതമാകുന്നു എന്നുള്ള വാദം തങ്ങൾ പാണ്ഡിത്യമുള്ളവരാണ് എന്ന് കരുതുന്നവരുടെ മിഥ്യാചിന്തയാണ്. വേദാന്തത്തിൽ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത് അർത്ഥവാദമാണെന്ന് തോന്നാൻ അവകാശമില്ല. പരമാർത്ഥത്തിലില്ലാത്തതിനും പ്രതീതി ഉണ്ടാകാമെന്നതിൽ അതിനും ഉദാഹരണം എന്താണ്? സ്വപ്നം തന്നെയാണ്. അധിഷ്ഠാനത്തിൻ്റെ അജ്ഞാനം ആരോപത്തിൽ പ്രതീതിക്ക് കാരണമാകുന്നു. രജ്ജു സർപ്പം ശുക്തികാരജതം ഇതിലൊക്കെ മനസ്സിലായി. രജ്ജു സർപ്പം എന്ന് പറഞ്ഞാൽ കയറ് പാമ്പ്, മറ്റത് മുത്തുച്ചിപ്പി വെള്ളി. ഇതേപോലെ യോഗിനോ അപക്വയോഗസ്യ യുഞ്ചത കായ ഉദ്ധിതൈ ഉപസർഗൈർ വിഹന്യേത തത്രായം വിഹിതോ വിധി. യോഗത്തെ യുഞ്ചത അഭ്യസിച്ചും അപക്വയോഗസ്യ പരിപക്വം വരാത്ത അപക്വമായ യോഗത്തോടു കൂടി ഭരിക്കുന്ന യോഗിയുടെ കായ ദേഹം ഉദ്ധിതൈ ഉപസർഗൈ ഉൽപ്പന്നങ്ങളായ രോഗങ്ങളാൽ വിഹന്യേത ഹനിക്കപ്പെടുന്നുവെങ്കിൽ തത്ര അയം വിധി വിഹിത അവിടെ ഈ വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ജ്ഞാനയോഗത്തെ ക്രമമായി നിരൂപിച്ചതിന് ശേഷം അതിനുണ്ടാകാൻ പോകുന്ന തടസ്സങ്ങളെ വിഘ്നങ്ങളെ പറയുകയാണ് ഭഗവാൻ. അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? യോഗത്തെ പരിശീലിച്ചു തുടങ്ങി. അതിൽ സിദ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് രോഗാദികൾ കൊണ്ട് ശരീരം നശിച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രതിവിധി ആചരിക്കണം. എന്ത് ചെയ്യണം? യോഗധാരണയാ കാംശ്ചിദാസനൈർധാരണാന്വിതൈ തപോ മന്ത്രൌഷധൈ കാംശ്ചിദുപസർഗാൻ വിനിർദഹേൽ. കാംശ്ചിത് ഉപസർഗാൻ ചില ഉപദ്രവങ്ങളെ യോഗധാരണ കൊണ്ടും ധാരണാന്വിതൈ ധാരണകളോടുകൂടിയ ആസനൈഹി ആസനങ്ങൾ കൊണ്ടും യോഗാസനങ്ങൾ കൊണ്ടും കാംശ്ചിൽ ചിലത് തപോമന്ത്ര ഔഷധൈ തപസ് മന്ത്രം ഔഷധം എന്നിവ കൊണ്ടും വിനിർദഹേ നശിപ്പിക്കണം എന്നാണ്. ഓരോന്നിനും ഇന്നത് പ്രതിവിധി അതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി ശീതജ്വരം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വേണം? സൂര്യധാരണയാണ് അതിനുള്ള വഴി. എന്നാൽ ഉഷ്ണജ്വരാണെങ്കിലോ ചന്ദ്രധാരണ വേണം. വാതാതിരോഗബാധയാണെങ്കിൽ വായുവാദി ധാരണകളോടുകൂടിയ ഓരോ ആസനങ്ങൾ യോഗാസനങ്ങൾ ശീലിക്കണം. ഗ്രഹചാരങ്ങൾ കൊണ്ടുള്ള ദോഷമാണെങ്കിൽ തപസ് മന്ത്രജപം. ഇനി ചില രോഗങ്ങൾ അതിന് ഔഷധ സേവ. ഇങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലാണ് അതിന് പരിഹാരം എന്നാണ്. കാംശ്ചിൽ മമാനുധ്യാനേന നാമസങ്കീർത്തനാദിഭി യോഗേശ്വരാനുവൃത്യാവ ഹന്യാദ അശുഭദാൻ ജനൈഹി. കാംശ്ചിൽ ചിലതിന് മേ അനുധ്യാനേന എൻ്റെ നിരന്തര ധ്യാനം കൊണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളെ ഇല്ലാതെയാക്കാം. നാമസങ്കീർത്തനാദിഭി നാമജപം സങ്കീർത്തനം ഇതുകൊണ്ടൊക്കെ അശുഭദാൻ അശുഭപ്രദങ്ങളായവയെ യോഗേശ്വരാനുവൃത്യാവ യോഗേശ്വരന്മാരുടെ വൃത്തി ആചരണം കൊണ്ടും ഹന്യാൻ നശിപ്പിക്കണം. ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, നമസ്കരിക്കുക, ക്ഷേത്രദർശനം നടത്തുക, പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് മദനുധ്യാനേന എൻ്റെ അനുധ്യാനം കൊണ്ട്. പിന്നെ മഹായോഗികൾ സ്വീകരിക്കുന്ന ഭക്ഷണം അവരുടെ പ്രവൃത്തികൾ
ഇതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ദുഃഖപ്രദങ്ങളായിരിക്കുന്ന ഈ രോഗങ്ങളെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. കേചിൽ ദേഹമിമം ധീര സുകൽപ്പം വയസി സ്ഥിരം വിധായ വിവിധോപായൈരഥ യുഞ്ജന്തി സിദ്ധയേ. കേചിത് ധീര, ചില ധീരന്മാർ അല്ലെങ്കിൽ ചില ആളുകൾ, വിദ്വാൻമാർ, വിവിധോപായൈ, അനേകം ഉപായങ്ങൾ കൊണ്ട്, ഇമം ദേഹം സുകൽപ്പം, ഈ ശരീരത്തെ ദൃഢമായും, വയസി, യൗവനത്തിൽ, സ്ഥിരം, ഉറപ്പിച്ചും, വിധായ, ചെയ്തിട്ട്, സിദ്ധയെ യുഞ്ജന്തി, സിദ്ധിക്കായിക്കൊണ്ട് യോഗത്തെ അഭ്യസിക്കുന്നു. ചിലർ അഷ്ടൈശ്വര്യ സിദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് നന്നല്ല എന്ന് കാണിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ മറ്റൊരിടത്ത് പറഞ്ഞു, എന്നെ ആ സിദ്ധികളെക്കുറിച്ച് പറയുന്ന സമയത്ത്, സിദ്ധികൾ കൊണ്ട് എന്നെ മയക്കാൻ സാധിക്കില്ല, അതിന് ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ. സിദ്ധികൾ പലപ്പോഴും ഒരാളുടെ അധപ്പതനത്തിന് കാരണമാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ചിലർ വളരെ കഷ്ടപ്പെട്ട് ശാസ്ത്രാദികൾ അഭ്യസിച്ച് തപസ് തുടങ്ങിയ ദുഷ്കരങ്ങളായിരിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിച്ച് ദേഹത്തെ ജരരോഗാദികളിൽ നിന്ന് മോചിപ്പിക്കണം. യൗവനത്തിൽ തന്നെ പിടിച്ചു വയ്ക്കണം. ചില കായ ചികിത്സ പോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണം. അങ്ങനെ അതിനുവേണ്ടി ഔഷധങ്ങൾ സേവിക്കണം. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ചെയ്യുന്നത് എന്താ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സിദ്ധികൾ നേടാൻ പരിശ്രമിക്കണം. അണിമ, മഹിമ, ലഘിമ, വശിത്വം, ഈശിത്വം, പ്രാപ്തി, പ്രാകാമ്യം, അല്ലേ? അഷ്ടൈശ്വര്യ സിദ്ധികളെ കുറിച്ചൊക്കെ നേരത്തെ ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിൽ നമ്മൾ കേട്ടതാണ്, പലതരത്തിലുള്ള സിദ്ധികളെക്കുറിച്ച്. പിന്നെ അനൂർമിമത്വം, അതേപോലെ സ്വച്ഛന്ത മൃത്യു, സഹദേവ ക്രീഡ, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പം ഇങ്ങനെ അണിമാതി സിദ്ധികൾ സ്വരൂപാനന്ദത്തെ തടുക്കുകയേ ചെയ്യുള്ളൂ. സ്വരൂപാനന്ദം അനുഭവിക്കാൻ, ആ അനുഭവത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും സിദ്ധികൾക്ക് സാധിക്കില്ല. വേറെ ഫലമൊന്നുമില്ല എന്ന് പറയുന്നു ഭഗവാൻ. നഹി തത് കുശലാദൃത്യം തദായാസോ ഹ്യപാർത്ഥക അന്തവത്വാ ശരീരസ്യ ഫലസ്യേവ വനസ്പതേഃ. തത് കുശലാദൃത്യം, അത് യോഗ്യന്മാരാൽ ആദരിക്കപ്പെടുന്നതല്ല. കുശലന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെ അംഗീകരിക്കില്ല. വനസ്പതേ, മരത്തിൻ്റെ, ഫലസ്യ ഇവ, ഫലത്തിനെന്നതുപോലെ, ശരീരസ്യ അന്തവത്വാൽ, ശരീരത്തിന് നാശം ഉള്ളതുകൊണ്ട്, തദായാസഃ, അതിനായുള്ള പരിശ്രമം, അപാർത്ഥക, പ്രയോജനമില്ലാത്തതാണ്. ശരീരം നശിക്കും, അല്ലേ? അതുകൊണ്ടാണ് ക്ഷീയതേ ഇതി ക്ഷേത്രഃ എന്ന്, നശിക്കുന്നതായതുകൊണ്ടാണ് ഈ ശരീരത്തിന് ക്ഷേത്രം എന്ന് പേര് വന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ദേഹബലത്തിനും പരകായപ്രവേശത്തിനും നഭോഗതിക്കും ഒക്കെയുള്ള യോഗധാരണകളെ വിവേകികൾ, യഥാർത്ഥ ജ്ഞാനികൾ അതിനെയൊന്നും അംഗീകരിക്കില്ല, ആദരിക്കില്ല. കാരണം എന്താ? വൃക്ഷത്തിൻ്റെ ഫലം നശിക്കുന്നത് പോലെ ആ പരിപാകമായ അവസ്ഥയിൽ ദേഹവും നശിക്കും. ദേഹത്തെ നശിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ദേഹം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ദേഹത്തിൻ്റെ പുഷ്ടിയാദികളും നിലനിൽപ്പും ഉദ്ദേശിച്ച് ചെയ്യുന്ന പരിശ്രമം പ്രയോജനമില്ലാത്തതാണ്. അത് പ്രത്യേകമായിട്ട് ഭഗവാൻ പറയണു. ഇപ്പോൾ വിവേകികളായിട്ടുള്ള ആളുകൾ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഇതിനൊന്നും വേണ്ടി സമയം ചിലവഴിക്കില്ല. എന്നിട്ട് പറയുന്നു, യോഗം നിഷേവതോ നിത്യം കായശ്ചേൽ കൽപ്പതാമിയാൽ തശ്രദ്ധാന്നമതിമാൻ യോഗമുത്സൃജ്യ മത്പരഃ. യോഗത്തെ നിത്യം നിഷേവത, എപ്പോഴും സേവിക്കുന്നവൻ്റെ ശരീരം കൽപ്പതാം യാദ് യതി, കൽപ്പതയെ പ്രാപിക്കുമെങ്കിൽ, മതിമാൻ, ബുദ്ധിമാൻ, യോഗം ഉത്സൃജ്യ, യോഗത്തെ ഉപേക്ഷിച്ചിട്ട്, തത് ന ശ്രദ്ധാൽ, അതിനെ ശ്രദ്ധിക്കരുത്, മൽപരഹ, എന്തിൽ ചേർച്ചയുണ്ടാവണം? ഞാനാകുന്ന ശ്രേഷ്ഠ വസ്തുവിനോടുകൂടി ചേർന്നിരിക്കണം. സമാധിയുടെ ഭാഗമായിട്ട് ധ്യാനയോഗത്തിൻ്റെ ആ ഭാഗം നമ്മൾ കേട്ടപ്പോൾ പറഞ്ഞു, നമ്മൾ
പ്രത്യേകിച്ചും കപിലോപദേശത്തിലൊക്കെ അത് കേട്ടു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ സമാധിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രാണായാമാദികൾ അനുഷ്ഠിക്കണു. അങ്ങനെ ജരാരോഗാദികൾ ഇല്ലാതെയാകുന്നുണ്ടെങ്കിൽ അതിന് ദോഷമില്ല. ദേഹം നിലനിൽക്കുന്ന കാലം മുഴുവൻ അരോഗമായും ദൃഢമായിട്ടും ഇരിക്കട്ടെ, അത് നല്ലതാണ്. പക്ഷേ ബുദ്ധിയുള്ളവർ പരമാനന്ദാനുഭൂതിക്ക് ഉപകരിക്കുന്ന സമാധിയോഗത്തെ ശരീരത്തിലുള്ള ആഗ്രഹം കൊണ്ട് ഉപേക്ഷിക്കരുത്. എന്തിനാണ് പ്രാധാന്യം? സമാധി എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ശരീരത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അത് ഉപേക്ഷിക്കരുത്. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ധാരണകൾ ശീലിക്കരുത്. സമാധിയുടെ സിദ്ധി ഉണ്ടാകുമ്പോൾ ശരീരം രോഗാദികളില്ലാതെ ഏറ്റവും സുന്ദരമായി മാറും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ബുദ്ധിമാൻ ഭഗവാനോടുകൂടിയിട്ടുള്ള സായുജ്യം അതിനുവേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ദേഹസുഖത്തിനു വേണ്ടി, ശരീരസുഖത്തിനു വേണ്ടി സിദ്ധികളെ ഉപയോഗിക്കരുത്, അതിനെ ശ്രദ്ധിക്കരുത്. സായുജ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, വിഷ്ണു സായുജ്യം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. മറ്റുള്ളതിൽ അഭിമാനിക്കരുത്. യോഗചര്യാമിമാം യോഗി വിചരൻ മദ്യുപാശ്രയാ നാന്തരായേർവിഹന്യേത നിസ്പൃഹ സ്വസുഖാനുഭൂ. ഇമാം യോഗചര്യാം, ഈ യോഗാനുഷ്ഠാനത്തെ വിചരൻ അനുഷ്ഠിച്ചും, മദ്യുപാശ്രയ എന്നെ ഒഴിച്ച് മറ്റൊരാളെയും ആശ്രയിക്കാതെയും, യോഗി നിസ്പൃഹ ആഗ്രഹമില്ലാത്തവനും, സ്വസുഖാനുഭൂ നിജാനന്ദത്തെ, സ്വസുഖം നിജമായ അനുഭവം, ആ നിജാനന്ദത്തെ അനുഭവിക്കുന്നവനുമായിട്ട് അന്തരായൈ ന വിഹന്യേത, വിഘ്നങ്ങൾ കൊണ്ട് നിഹനിക്കപ്പെടുകയുമില്ല എന്ന് പറയും. വിഘ്നങ്ങളുടെ നിവൃത്തിക്കായിട്ടാണ് യോഗം ശീലിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഭക്തന് വിഘ്നങ്ങളേ ഉണ്ടാവില്ല. എന്നെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ, അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ, ത്വമേവ ശരണം മമ. ഇതാണ് ഭക്തൻ്റെ ഒരു തലം എന്നുള്ളത്. ഭഗവാൻ മാത്രമാണ് ഏകാശ്രയം. അങ്ങനെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിരന്തരം ഭക്തിയോഗത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന യോഗിക്ക്, ഭക്തന് ഒരിക്കലും ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാവില്ല. വിഘ്നങ്ങളെ അകറ്റാനുള്ള വഴി പറഞ്ഞ് ഭഗവാൻ പറയുകയാണ്. പക്ഷേ യഥാർത്ഥ ഭക്തന് ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും അന്തരായൈ ന വിഹന്യേത, വിഘ്നങ്ങളാൽ നിഹനിക്കപ്പെടുകയില്ല അങ്ങനെയുള്ള ആൾ. കാരണം അവർ എന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. എന്നേക്കാൾ പ്രിയപ്പെട്ട വിഷയസുഖം വേറൊന്നുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അപ്പോൾ ഭക്തൻ ആ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നിലും ആഗ്രഹമില്ലാത്തവനായിട്ട് തീരും. ഏകാശ്രയം ഭഗവാൻ എന്ന തലത്തിലേക്ക് എത്തുന്ന ഭക്തൻ പിന്നീട് ആഗ്രഹങ്ങളില്ലാത്തവനായിട്ട് തീരും. എല്ലാ വിഘ്നങ്ങളുടെയും എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? ആഗ്രഹമാണ്, അല്ലേ? ആ 24 ഗുരുക്കന്മാരിൽ പിങ്കള എന്ന വേശ്യാസ്ത്രീയെ ഉദാഹരിച്ചും കൊണ്ട് ദത്താത്രേയൻ എന്ന അവധൂതൻ യദുമഹാരാജാവിനോട് പറയുന്നുണ്ട്, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ആഗ്രഹങ്ങളാണ് പലപ്പോഴും ദുഃഖത്തിന് കാരണം. ഇങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകൾക്ക്, മറ്റാരും ആശ്രയമില്ലാത്തവർക്ക്, ഭഗവാൻ മാത്രം ആശ്രയം എന്ന് കരുതുന്ന ആളുകൾക്ക് മറ്റൊന്നിലും ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വരൂപാനന്ദത്തെ അനുഭവിച്ചിരിക്കുന്ന എൻ്റെ ഭക്തൻ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെയും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും ജയിച്ചവനാണ് എന്ന് ഭഗവാൻ പറഞ്ഞും കൊണ്ടാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ 11ാമത്തെ സ്കന്ധത്തിൽ ജ്ഞാനയോഗം എന്ന 28ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. മുമ്പ് പലപ്പോഴായിട്ട് പറഞ്ഞതിന് തന്നെയാണ് ഒന്നുകൂടി ചുരുക്കി അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ജ്ഞാനയോഗത്തെ 28ാമത്തെ അധ്യായം ചുരുക്കി പറയുന്നുവെങ്കിൽ
ഇവിടെ മുമ്പ് പലപ്പോഴായി കഥകളിലൂടെ, ഉപകഥകളിലൂടെ, ഉപാഖ്യാനങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ ഒക്കെ പകർന്നു തന്നിട്ടുള്ള ഭക്തിയോഗത്തെ ഭഗവാൻ ഈ 29-ാമത്തെ അധ്യായത്തിൽ വളരെ സംക്ഷേപിച്ച് പറയുകയാണ്. ജ്ഞാനയോഗം പ്രയാസമാണ് എന്ന് ഉദ്ധവനൊരു തോന്നൽ. അപ്പോൾ എളുപ്പമാർഗം എന്താണ് ഉദ്ധവൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്, ധ്യാനയോഗം ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യന്തം മധുരതരമായിരിക്കുന്ന ഭക്തിയോഗത്തെ വേണ്ട പോലെ സ്വീകരിച്ചോളൂ. ഇനി ഏറ്റവും സുഖരൂപമായിട്ടുള്ള എൻ്റെ ധർമ്മങ്ങൾ, ഭഗവത് ധർമ്മങ്ങൾ, അതാണ് ഭക്തിയോഗം. അങ്ങനെ ആ ഭക്തിയോഗത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ജനന മരണസ്വരൂപമായ സംസാരത്തെ മറുകര കടക്കാനായിട്ട് സാധിക്കും. മർത്യോ മൃത്യും ജയതി ദുർജയം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് എന്ന് പറഞ്ഞാണ് ഭഗവാൻ ഈ 29-ാമത്തെ അധ്യായത്തിൽ തൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഈ അധ്യായത്തിലാണ് ഭഗവാൻ ഉദ്ധവനെ ബദരിയാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ ബദരിയാശ്രമത്തിലേക്ക് നിറകണ്ണുകളോടുകൂടി പോകുന്ന ഉദ്ധവൻ, അതോടുകൂടി ഉദ്ധവോപദേശം എന്ന ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഈ ഭാഗവും ഇവിടെ പൂർത്തിയാവും ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. പിന്നീട് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ ബലരാമസ്വാമിയുടെ സ്വധാമഗമനം, യാദവന്മാരുടെ ബ്രാഹ്മണ ശാപം കൊണ്ടുള്ള നാശം, അതേപോലെ 29 കഴിഞ്ഞാൽ 30 ബലരാമസ്വാമിയുടെ സ്വധാമഗമനം, 31-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ സ്വധാമഗമനം. അങ്ങനെ ആ ഏകാദശ സ്കന്ധം പൂർത്തിയാവും. എല്ലാം ഭഗവാൻ വേണ്ടതുപോലെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.